ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദ മാജിക് മെഷ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ V3ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയവർക്ക് അത് മനസ്സിലാവും ആ ആക്സിഡൻറ്റ് എങ്ങനെയാണ് പറ്റിയത്. ആക്സിഡൻറ്റിൽ സൈഡിൽ ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ട്. നമ്മുടെ ഷോറൂമിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി റേറ്റ് പറയും. നമ്മുടെ ഷോറൂമിൽ കൊടുക്കാതെ ഇന്ന് അതെങ്ങനെ റെഡിയാക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറാണ്. ടയറിന് എങ്ങനെയാണ് കാണിച്ചത്. ടയറിൻ്റെ അവസ്ഥ, ഈ ടയർ നല്ല ടയറെന്ന് പറഞ്ഞ് സെക്കൻഡ് ഹാൻഡ് ഉക്കടത്തിൽ നിന്ന് പോയി എടുത്തതാണ്. കണ്ടോ, ഇത് ഫുള്ളിങ്ങനെ അതിൻ്റെ ഈ കാരണം കൊണ്ടാണ് ആക്സിഡൻറ്റ്. ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് എയറില്ലായിരുന്നു, കംപ്ലീറ്റ് എയറില്ലായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഫ്രണ്ടിലൊരു കാറ് വന്നിട്ട് ഫ്രണ്ടിലൊരു കാർ വന്ന് സഡൻലി ബ്രേക്ക് പിടിച്ചു. ഞാൻ ടക്കനെ എൻ്റെ കയ്യിൽ പിടിക്കാൻ വന്നത് ഫ്രണ്ട് ബ്രേക്കാണ്. ആ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ച് ഹാൻഡിലൊന്ന് സ്കിഡായി ഒരു സൈഡ് മറിഞ്ഞു. ആ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചത് മറിഞ്ഞു. ഇവിടെ സ്ക്രാച്ചായി, പിന്നെ ഹാൻഡിലിൻ്റെ ഇവിടെ സ്ക്രാച്ചായി. ഇത് വന്നിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ്, സ്പ്രേ പെയിൻറ്റ്. ഇവിടെ ചെറുതായിട്ട് സ്ക്രാച്ചായി. പിന്നെ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രാച്ചായി, ഈ സൈഡ് അത്ര സ്ക്രാച്ചായി. ഇതൊന്ന് നമ്മളൊരു സംഭവം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്ക്രാച്ചായി, പിന്നെ എന്താ ഇവിടെ എങ്ങനെ സ്ക്രാച്ചായി ഇവിടെ, പിന്നെ ഇവിടെ സ്ക്രാച്ചായി. ഇവിടെ എത്രയും, പിന്നെ ഹണ്ടർ ബെല്ലി ചെറുതായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് നോക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇവിടെയും കിറ്റിന് സൈഡ് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ എന്തായാലും വരുന്ന സമയത്ത് സ്റ്റിക്കറൊക്കെ ചെയ്ത് നമ്മൾ റെഡിയാക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇവിടെയാണ് റെഡിയാക്കാൻ പോകുന്നത്. നമ്മളെപ്പോൾ നോക്കിയാലും സ്ക്രാച്ച് എടുത്ത് കാണിക്കും കേട്ടോ. ടക്ക നോക്കുമ്പോൾ നമ്മൾ എത്ര ദൂരത്തിൽ നോക്കിയാലും സ്ക്രാച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് കാണിക്കും. ഇപ്പം ഈ സ്ക്രാച്ച് ഇല്ലാതെ ചെറിയ രീതിക്ക് എങ്ങനെ നമുക്ക് ആക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോക്ക് പോകുന്നത്. സ്ക്രാച്ച് ഇല്ലാതെ എങ്ങനെ സെറ്റാക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിന് നമുക്ക് 2 സാധനം ആവശ്യമുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റർ ആവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം ആവശ്യമുള്ളത് നമുക്ക് സാൻഡ് പേപ്പറാണ്. ഇത് വെച്ച് നമുക്ക് ഇത് ഹീറ്റ് ചെയ്തിട്ട് ഇത് വെച്ച് വരയ്ക്കലാണ് മെയിൻ പരിപാടി. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് വന്നിട്ട് ചെറിയ രീതിയിൽ ഹീറ്റ് ചെയ്യുക. ശരി, എന്നാ കൈ വെച്ച് തന്നെ ഇങ്ങനെ സെറ്റാക്കാം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓവർ ഹീറ്റ് കൊടുക്കരുത്. ഉണ്ടല്ലോ പിന്നെന്താ. ഒന്ന് നമ്മൾ ഹീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഹീറ്റാക്കി ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഇവിടെ ഉരച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. നമുക്ക് ഒന്ന് നോക്കാം. ഏകദേശം അത് സെറ്റായിട്ടുണ്ട്. കണ്ടോ, കണ്ടോ. കണ്ടോ നേരത്തെ എങ്ങനെ ഇരിക്കുന്നു, ഇപ്പോഴെങ്ങനെ ഇരിക്കണമെന്ന് കണ്ടോ. സംഭവം പൊളിയായിട്ടുണ്ട്. ഇതിൽ ചെറുതായിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമേ ഒന്ന് ഹീറ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പം സംഭവം സെറ്റായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ചെയ്ത് നോക്കിയത്. അപ്പം ഇവിടെ ചെറുതായിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സെറ്റാക്കുന്നുണ്ട്. അതൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് വീഡിയോയിൽ നോക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. സ്പ്രേ പെയിൻറ്റ് തന്നെ ചെയ്താവണം. സ്പ്രേ പെയിൻ്റ് അല്ല, പെയിൻറ്റിങ് തന്നെ ചെയ്താവണം. പെയിൻ്റ് ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിക്കർ ഒന്ന് സെറ്റാക്കാം. അപ്പം നമുക്ക് ഇന്ന് ഇവിടെ എത്രയും സെറ്റാക്കാം. കുറച്ച് പണിയുണ്ട്.
നമ്മൾ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റാവും. നമ്മുടെ എന്തായാലും പഴയ ഇതേ സെയിം ആയില്ലെങ്കിലും നമ്മുടെ ഒന്ന് ആ വൃത്തിയോടൊന്ന് മാറി കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോഴും നേരത്തെ ഇരുന്നതിനേക്കാളും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്, കണ്ടോ. നമുക്കിനി എന്താ കുറച്ച് ദൂരത്തിൽ നോക്കുമ്പോൾ ആ വൃത്തികേട് നമുക്ക് കാണാൻ പറ്റൂല. അവിടെ ഇനി പെയിൻറ്റും കൂടെ ചെയ്ത് നൈസിൽ സ്പ്രേ പെയിൻറ്റും കൂടെ ചെയ്ത് കഴിയുമ്പോഴും അത് അറിയത്തേ ഇല്ല. എന്നാൽ ഈ പാർട്സ് വന്നിട്ട് ഡിപ്പ് ചെയ്യാൻ ചെറിയൊരു പ്ലാനുണ്ട്. അപ്പം നമുക്ക് അത് എന്തായാലും ഡിപ്പ് ചെയ്യാൻ സമയത്ത് ഒന്ന് ഇങ്ങനെ വച്ച് ചെയ്യും, വൃത്തികേടില്ലെങ്കിൽ ഇങ്ങനെ വച്ച് ചെയ്യും. അങ്ങനെ വൃത്തികേട് വല്ലതും തോന്നുന്നുണ്ടെങ്കിൽ ഇത് മാത്രം മാറ്റാൻ പറ്റുവാണെങ്കിൽ ഈ ഒറ്റ പീസായിട്ട് മാറ്റും. എനിക്ക് തോന്നണം ഈ ഒരു ഒറ്റ പീസായിട്ട് മാറ്റാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. അല്ല, മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പുറത്തെ സൈഡിൽ കൂടെ ഒന്ന് പോയി നോക്കാം. ഇതിലൊന്ന് വിടുന്നതിൻ്റെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇത് നമുക്കൊന്ന് ഇതില്ലാത്ത രീതിക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ഇവിടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വൃത്തിയോടെ നമുക്ക് മാറി കിട്ടും. നല്ലപോലെ ഒരു ഡിഫറൻസ്. പിന്നെ ഇവിടെ സ്പ്രേ പെയിൻ്റ് ഒന്ന് ചെയ്യാൻ നിൽക്കുന്നില്ല. എന്തായാലും ഈ ഭാഗം എനിക്കൊന്ന് ഡിപ്പ് ചെയ്യണമെന്നൊന്നും ഉണ്ടായിരുന്നു. സ്റ്റിക്കറും ചെയ്യണതിൻ്റെ കൂട്ടത്ത് ആ ഡിപ്പും കൂടെ ചെയ്യുമ്പോൾ സെറ്റാവും, കളറാവും. അപ്പം ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഫണ്ട് കുറവാണ്, മാറ്റാൻ പൈസയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഈ കാര്യം ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവർക്കും നിങ്ങളുടെ വണ്ടിയിലുള്ള മാക്സിമം എല്ലാവർക്കും ഈ കാര്യം ചെയ്യാവുന്നതാണ്. ഇത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പം ഞാൻ കാരണം അങ്ങനെ ഒരാൾക്കെങ്കിലും ഉപകാരമാകുന്നത് നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് മാറ്റേണ്ട കാര്യം ആവശ്യമില്ല. ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിക്ക് ഒരു വൃത്തികേട് മാറി കിട്ടും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ ഇതേപോലത്തെ വീഡിയോസ് വരുന്നതായിരിക്കും. അതുവരെയും ബൈ.